നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള എലമെന്ററി ബുക്ക് കീപ്പിംഗിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല, 16 മാർക്ക് വരുന്ന ഒരു മേഖലയാണ് ചാപ്റ്റർ നമ്പർ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ചെക്ക് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ നമ്മൾ ഇതൊരു ക്രാഷ് കോഴ്സ് പോലെയാണ് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നേരമില്ലാത്തത് കൊണ്ട് എന്താണ് എന്ന് നമ്മൾ പറയുന്നു. 16 മാർക്കാണ്. ഓക്കെ, 16 മാർക്കുള്ള ഒരു ഏരിയ ആണ്. കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ടും പിന്നെ ചെക്ക് നമ്മൾ സിമ്പിൾ നോട്ടായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം മലയാളമാണ് കേട്ടോ. അപ്പൊ നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അഥവാ വിനിമയ ബില്ല് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തി മറ്റൊരാൾക്ക് നൽകിയ കടത്തിന്റെ രേഖാമൂലമുള്ള അംഗീകാരമാണ് വിനിമയ ബില്ല്. ഒരാള് മറ്റേയാൾക്ക് കടം കൊടുത്താൽ അത് നമ്മൾ രേഖാമൂലമാക്കും, അല്ലെ? രേഖാമൂലം എഴുതി നമ്മൾ ഈ പത്രത്തിനകത്തൊക്കെ എഴുതി വാങ്ങിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് അഥവാ വിനിമയ ബിൽ എന്ന് വിളിക്കുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് കടം നൽകി, ഒരാൾ കടം കൊടുക്കുന്ന ആള് മറ്റേ ആള് വാങ്ങുന്ന ആള്, ഇവർക്കിടയിലുള്ള രേഖാമൂലമുള്ള അംഗീകാരത്തിനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അഥവാ വിനിമയ ബിൽ എന്ന് വിളിക്കുന്നത്. ഇത് ക്രെഡിറ്റർ മീൻസ് കൊടുക്കുന്ന ആളാണ്. ഡെപ്റ്ററുടെ പേരിൽ തയ്യാറാക്കുന്ന പ്രമാണമാണ്. എന്താണ്? ക്രെഡിറ്റർ ആരാണ്? പണം കൊടുക്കുന്ന ആള്. ഡെപ്റ്ററുടെ പേരിൽ തയ്യാറാക്കുന്ന പ്രമാണമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാലയളവ് അവസാനിച്ചതിന് ശേഷമോ ഒരു നിശ്ചിത തുക അടയ്ക്കാൻ ഇത് കടക്കാരനോട് നിർദ്ദേശിക്കുക. ഞാൻ ഒരാൾക്ക് 10,000 രൂപ കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ അപ്പൊ ആരാണ്? ക്രെഡിറ്റർ ആണ്. ഞാൻ കൊടുക്കുന്ന, അതായത് എന്റെ പൈസ 10,000 രൂപ വാങ്ങിച്ച ആള് ഡെപ്റ്റർ ആണ്. ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു രേഖയാണ് ഇവിടെ വിനിമയ ബിൽ അഥവാ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് ഒരു കാലയളവ് പറഞ്ഞിരിക്കും. ഈ കാലയളവിനുള്ളിൽ 10,000 രൂപ എന്നുള്ളത് 20,000 രൂപയായിട്ട് എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തിയിരിക്കും. കാലയളവ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, 1881 ഇന്ത്യൻ കൈമാറ്റ പ്രമാണ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരം ഒരു വിനിമയ ബിൽ എന്നത് ഉപാധികളില്ലാതെ എഴുതി തയ്യാറാക്കിയതും തയ്യാറാക്കിയ ആള് ഒപ്പുവെച്ചതും ഒരു നിർദ്ദിഷ്ട വ്യക്തി ഒരു നിശ്ചിത തുക ഉത്തരവ് നൽകിയ വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രമാണ കൈവശക്കാരന് ഒരു നിശ്ചിത ദിനത്തിൽ നൽകണമെന്ന നിർദ്ദേശം കൂടിയ ഒരു ഉത്തരവാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആ ആക്ട് പഠിച്ചു വെക്കുക. 1881 ഇന്ത്യൻ കൈമാറ്റ പ്രമാണ നിയമം, ഇന്ത്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്ടിലെ 5-ാം വകുപ്പ് പ്രകാരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഉപാധിയും ഇല്ലാതെ എഴുതി തയ്യാറാക്കിയ ആള്. ആരാ എഴുതി തയ്യാറാക്കുന്നത്? ക്രെഡിറ്റർ ആണ്. അയാൾ ഒപ്പുവെച്ചിരിക്കും, അല്ലെ? ക്രെഡിറ്റർ ആണ് ഒപ്പുവെക്കുന്നത്. ഒരു നിർദ്ദിഷ്ട വ്യക്തിക്ക്, ആർക്കോ ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നു ഒരു നിശ്ചിത തുക. ആ ഉത്തരവ് നൽകിയ വ്യക്തി അല്ലെങ്കിൽ ആ പ്രമാണം കൈവശക്കാരന് ഒരു നിശ്ചിത ദിനത്തിൽ നൽകണമെന്ന് എഴുതി വെക്കുകയും ചെയ്യും. അതാണ് 1881 ഇന്ത്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്ട് 5-ാം വകുപ്പ്. ഓക്കെ ആണല്ലോ? കൃത്യമായി പഠിച്ചു വയ്ക്കുക, ചോദിക്കും. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? എഴുതി തയ്യാറാക്കിയതായിരിക്കും. അതുപോലെ ഇതിനകത്ത് പണം തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആജ്ഞ ഉണ്ടായിരിക്കും, അല്ലെ? പണം കൊടുത്തിരിക്കണം എന്നുള്ളൊരു, കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളൊരു ആജ്ഞ ഉണ്ടാവും. വിനിമയ ബില്ലിൽ തയ്യാറാക്കിയ ആളാണ് ഒപ്പിടേണ്ടത്. ആരാണ് തയ്യാറാക്കുന്നത്? ക്രെഡിറ്റർ ആണ് തയ്യാറാക്കുന്നത്. പൈസ കൊടുക്കുന്ന ആള്, അയാളാണ് ഒപ്പിടേണ്ടത്. ആജ്ഞ പണം അടയ്ക്കുന്നതിന് മാത്രമായിരിക്കണം. അതായത് ഇന്ന പൈസ എനിക്ക് തരണം എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. എത്ര രൂപ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ ഒരു നിശ്ചിത വ്യക്തി ആയിരിക്കണം ഈ തുക തരേണ്ടത്. അതായത് ഞാൻ കടം കൊടുത്ത ആ വ്യക്തിയുടെ പേരായിരിക്കണം അതിനകത്തുള്ളത്. അതുപോലെ പണം കൊടുക്കാനുള്ള ആജ്ഞ നിരുപാധികമായിരിക്കണം. വേറെ ഉപദ്രവം അങ്ങനൊന്നും പാടില്ല. അതുപോലെ വിനിമയ ബില്ലുകൾ നിയമവിധേയമായിട്ട് എന്ത് ചെയ്യണം? മുദ്ര ചെയ്തതായിരിക്കണം, സീല് പതിപ്പിച്ചതായിരിക്കണം. ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലായല്ലോ? ഇനി കക്ഷികൾ ആരൊക്കെയാണെന്ന്, വിനിമയ ബില്ലിലെ കക്ഷികൾ ആരൊക്കെയാണെന്ന് പാർട്ടീസ് കൃത്യമായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൈൻഡ്സ് ഓഫ് ബില്ല് ചോദിച്ചിട്ടുണ്ട്, പാർട്ടീസ് ടു എ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കിക്കേ. അതിനകത്ത് ഉള്ളവരാരൊക്കെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡ്രോയർ അഥവാ നിർമ്മാതാവ്. ആരാണോ തയ്യാറാക്കുന്നത് അയാളാണ് ഈ ഡ്രോയർ എന്ന് പറയുന്നത്. വിനിമയ ബില്ല് തയ്യാറാക്കുന്ന വ്യക്തിയാണ് ഡ്രോയർ. അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക അടയ്ക്കാൻ ആജ്ഞ നൽകുന്ന വ്യക്തി, അയാൾ ആരാ? ക്രെഡിറ്റർ ആണ്, പണം കൊടുക്കുന്ന ആള്. ഡ്രോയി അഥവാ സ്വീകർത്താവ് എന്ന് വിളിക്കും. ഡ്രോയി കേട്ടോ, ഡ്രോയി എന്ന് പറയും. ആരുടെ പേരിലാണോ വിനിമയ ബില്ല് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ വിനിമയ ബില്ല് സ്വീകരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? ഡ്രോയി. പണം വാങ്ങിക്കുന്ന ആള്, അയാളാണ് ഡ്രോയി അഥവാ സ്വീകർത്താവ്. ഡ്രോയർ ആരാ? കൊടുക്കുന്ന ആള്, അയാളാണ് നിർമ്മാതാവ്. ഡ്രോയർ, ക്രെഡിറ്റർ. ഇനി പേയി എന്ന് പറയുന്ന ആരായിരിക്കും? വിനിമയ ബില്ലിന്മേൽ പണം സ്വീകരിക്കുന്ന വ്യക്തിയെ പേയി എന്ന് വിളിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ആരുടെ പേരിലാണോ വിനിമയ ബില്ല് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ വിനിമയ ബില്ല് സ്വീകരിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക അടയ്ക്കാൻ നിർദ്ദേശിക്കപ്പെടുന്ന വ്യക്തിയെ ഡ്രോയി എന്ന് വിളിക്കുന്നു. അയാൾ ഡെപ്റ്റർ ആണ്. ഇൻ കേസ് അയാള് മറ്റൊരാളെ നിർത്തിയിട്ട് ഇടനില നിർത്തിയിട്ടായിരിക്കും വേറൊരാൾ പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ പേയി ആരാണ്? വിനിമയ ബില്ലിന്മേൽ പണം സ്വീകരിക്കുന്ന വ്യക്തിയെ പേയി എന്ന് വിളിക്കാം. അയാൾക്ക് ഒരു നിയുക്ത വ്യക്തിയോ ഡ്രോയർ ആയോ തന്നെ. നമ്മളിപ്പം ഇവിടെ ഒരു സംശയം തോന്നുന്നത് എന്താണ്? ഈ ഡ്രോയി, സ്വീകർത്താവ്, പേയി രണ്ടും ഒന്നല്ലേന്ന് തോന്നാം. ചില സാഹചര്യങ്ങളിൽ ഇത് ഒന്നാവാം, അല്ലെങ്കിൽ വ്യത്യസ്തമാവാം. ഓക്കെ, അടുത്തത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതൊരു രേഖയായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു നിയമപരമായ ബന്ധമാണ് അല്ലെ. പൈസ തന്നില്ലെങ്കിൽ നമുക്ക് അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഇതിനകത്ത് കൃത്യമായിട്ട് നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടായിരിക്കും. കടത്തിനുള്ള ഉപാധി കൃത്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും. അതായത് പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതുപോലെ കൈമാറ്റം ഈസി ആക്കി മാറ്റാൻ പറ്റും. വിശാലമായിട്ടുള്ളൊരു സ്വീകാര്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായമുണ്ട്. എളുപ്പമായിട്ട് നമുക്ക് പൈസ വീണ്ടെടുക്കാൻ പറ്റും. അതായത് കൃത്യമായി പൈസ തന്നില്ലെങ്കിൽ അതിനുള്ള ഒരു വേക്കന്റ് ആയിട്ടുള്ള സ്പേസ് ഇപ്പൊ ആരെങ്കിലും അറിയാതെ 10,000 രൂപ കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു രേഖയോട് കൂടി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് ഓർക്കേണ്ടത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറയാം. എന്താണ് പ്രോമിസറി നോട്ട്? ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത വ്യക്തിക്ക് ഭാവിയിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ നൽകാം എന്നുള്ള രേഖാമൂലമുള്ള കരാറിനെ നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് വിളിക്കും. ഒരു പെർട്ടിക്കുലർ തുക ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ ആവശ്യപ്പെടുമ്പോൾ ഞാൻ തരാം എന്നുള്ളതാണ്. എന്ത് ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. കൃത്യമായ ഡേറ്റ് അല്ല, കാലയളവല്ല, ഫ്യൂച്ചറിൽ ആവശ്യപ്പെടുമ്പോൾ ഞാൻ തരാം എന്ന് പറയുന്ന വാഗ്ദാന പത്രമാണ് പ്രോമിസറി നോട്ട്. വാഗ്ദാന പത്രങ്ങളിൽ സ്വീകരിക്കൽ ആവശ്യമില്ല. കാരണം വാഗ്ദാന പത്രങ്ങളുടെ നിർമ്മാതാവ് സ്വയം പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ ഞാൻ തന്നേക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. 1881 ഇന്ത്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്ടിലെ 4ാം വകുപ്പ് പ്രകാരം ഒരു നിശ്ചിത വ്യക്തിക്കോ അല്ലെങ്കിൽ കൈവശക്കാരനോ ഒരു നിശ്ചിത തുക നിരുപാധികമായി തന്നു തീർക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർമ്മാതാവ് ഒപ്പിട്ട് നൽകുന്ന പ്രമാണമാണ് വാഗ്ദാന പത്രം. അത് ഓർത്തു വെച്ചേക്കാം. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നും എന്താണ് പ്രോമിസറി നോട്ട് എന്നും മനസ്സിലാക്കുക. ഞാന് കൈവശക്കാരൻ, അതായത് നിശ്ചിത വ്യക്തിക്കോ അല്ലെങ്കിൽ കൈവശക്കാരനോ ഒരു നിശ്ചിത തുക നിരുപാധികമായിട്ട് ഞാൻ തന്നു തീർത്തോളാം എന്ന് ഉറപ്പ് കൊടുക്കുവാണ്. അങ്ങനെ നിർമ്മാതാവ് ഒപ്പിട്ട് നൽകുന്നതാണ് ആ ഒരു വാഗ്ദാന പത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുമ്പം ഞാൻ തരാം. ഏതാണ്? 1881 ഇന്ത്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വകുപ്പ് 4. 5 എന്താ പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 4 പ്രോമിസറി നോട്ട്. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്താണ്? ഇതും ഒരു എഴുതപ്പെട്ട പ്രമാണമാണ്. അതുപോലെ ഉപാധികളില്ലാതെ പണം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരിക്കണം. കൊടുക്കേണ്ട തുക നിശ്ചിതമായിരിക്കണം. നിർമ്മാതാവ് ഒപ്പിടണം. ഒരു നിശ്ചിത വ്യക്തിക്കായിരിക്കണം നൽകേണ്ടത്. ഇതിനകത്തും മുദ്ര, സീൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടുത്തെ പാർട്ടീസ് ആരൊക്കെയാണ് പ്രോമിസറി നോട്ടിലെ? ഇവിടുത്തേതും നിർമ്മാതാവ് അല്ലെങ്കിൽ ഡ്രോയർ എന്ന് പറയും. ഏത് വ്യക്തിയാണോ ഈ ഒരു പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കുന്നത് അയാളെയാണ് നമ്മൾ ഡ്രോയർ അല്ലെങ്കിൽ മലയാളത്തിൽ നിർമ്മാതാവ് എന്ന് വിളിക്കുന്നത്. വാഗ്ദാന പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തുക കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നയാളാണ് ഇദ്ദേഹം. അതിനാൽ ഇയാളെ വാഗ്ദാനം ചെയ്യുന്ന ആൾ അഥവാ പ്രോമിസർ എന്ന് വിളിക്കുന്നു. അയാൾ തന്നെയാണ് കടക്കാരൻ, ഡെപ്റ്ററും. അത് ഓർത്തു വെച്ചേക്കണേ. ആരാണ്? ഏത് വ്യക്തിയാണോ വാഗ്ദാന പത്രം എഴുതി തയ്യാറാക്കുന്ന അയാളെ നമ്മൾ ഡ്രോയർ എന്ന് വിളിക്കും. വാഗ്ദാന പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന തുക കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നത്, അതായത് പൈസ വാങ്ങിക്കാൻ പോകുന്ന ആളാണ് ഇവിടുത്തെ ഡ്രോയർ എന്ന് പറയുന്നത്. അയാളാണ് ഈ പ്രോമിസറി നോട്ട് എഴുതുന്നത്. അതുകൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ തന്നേക്കാം എന്ന് വാഗ്ദാനം പറയുന്ന ആളെ പ്രോമിസർ എന്ന് വിളിക്കുന്നു. അയാളാണ് ആര്? ഡെപ്റ്റർ. അപ്പൊ നേരെ തിരിച്ചല്ല, മറ്റിടത്ത് എങ്ങനെയായിരുന്നു? കടം കൊടുക്കുന്ന ആളായിരുന്നു അല്ലെ, കടം കൊടുക്കുന്ന ആള്. ഇവിടെ പ്രോമിസറി നോട്ട് ആ പ്രോമിസർ ആരാണ്? ഡെപ്റ്റർ ആണ്. കടം ഞാൻ വാഗ്ദാനം ചെയ്യുന്ന ആളാണ്, അതായത് പൈസ വാങ്ങിക്കുന്ന ആളാണ്. ഇനി ആരാണ്? പേയി ഓർ ഡ്രോയി, പണം സ്വീകരിക്കുന്ന ആളാണ്. ആരുടെ പേരിലാണോ വാഗ്ദാന പത്രം എഴുതി തയ്യാറാക്കിയത് അയാളെ നമ്മൾ ഡ്രോയി എന്ന് വിളിക്കും, അല്ലെങ്കിൽ പേയി എന്ന് വിളിക്കും. ഇയാൾ വാഗ്ദാനം ലഭിച്ച ആളാണ്. അവിടെ തെറ്റിപ്പോവരുത്. വാഗ്ദാനമാണ്, പൈസ കിട്ടിയ ആളല്ല, വാഗ്ദാനം കിട്ടിയ ആളാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോൾ തന്നേക്കാം എന്ന് വാഗ്ദാനം കിട്ടുന്ന ആളാണ് ഡ്രോയി അഥവാ പേയി എന്ന് പറയുന്നത്. സാധാരണയായി ഡ്രോയറും പേയിയും ഒക്കെ ഒരാളാണ്. അയാൾ ക്രെഡിറ്റർ ആണ്. പൈസ കൊടുക്കുന്ന ആളെയാണ് നമ്മൾ പേയി അഥവാ ഡ്രോയി എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് തെറ്റിപ്പോവരുത്. പ്രോമിസറി നോട്ടും അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിൽ തിരിഞ്ഞു പോവരുത്. കേട്ട ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. അടുത്തത് ഒരു ബില്ല് തയ്യാറാക്കുക അഥവാ ഡ്രോയിങ് എ ബില്ലാണ്. സാധനങ്ങൾ കടമായി വിൽക്കുമ്പോൾ സാധനങ്ങൾ വിൽക്കുന്നയാൾ അവരുടെ കരാർ പ്രകാരം ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിക്ക് തനിക്കോ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരാൾക്കോ തുക നൽകാൻ വാങ്ങുന്നയാളോട് ആവശ്യപ്പെടുന്ന ഒരു ബില്ല് എഴുതുന്നു. ഇതിനെ ബില്ല് തയ്യാറാക്കൽ എന്നും പ്രമാണത്തെ ഡ്രാഫ്റ്റ് എന്നുമാണ് വിളിക്കുന്നത്. സാധനങ്ങൾ കടമായി വിൽക്കുക,
സാധനങ്ങൾ വിൽക്കുന്നയാള് അവരുടെ കരാറ് പ്രകാരം ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിയിൽ തനിക്കോ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരാൾക്കോ തുക നൽകാൻ വാങ്ങുന്നയാളോട് ആവശ്യപ്പെടുന്ന ഒരു ബില്ല് എഴുതി വെക്കും. ഇതിനെ നമ്മൾ ഡ്രാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി അക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയി ബില്ല് സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരു ബില്ല് സാധുവായിട്ടുള്ള ബില്ലായിട്ട് മാറത്തുള്ളൂ. അതായത് ബില്ല് തയ്യാറാക്കുന്നു, ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബില്ലായിട്ട് മാറി. ബില്ലിന്റെ മുൻഭാഗത്ത് ഒപ്പും തീയതിയും സഹിതം അംഗീകരിച്ചു, അതായത് അക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ എഴുതും. ഇതിനെ ബില്ലിന്റെ സ്വീകരിക്കൽ എന്ന് വിളിക്കുന്നത്. അത് ബില്ല് നമുക്ക് തന്നു, ബില്ല് നമ്മൾ തന്ന് വാങ്ങിച്ചിട്ട് അതിനകത്ത് എന്ത് കാണും? ഒപ്പും തീയതിയും സഹിതം കാണും. അവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എഴുതിയാൽ ബില്ല് അക്സെപ്റ്റഡ് ആയി. സ്വീകരിക്കുന്നതിന് മുൻപുള്ള വിനിമയ ബില്ലിനെ ഡ്രാഫ്റ്റ് എന്ന്, അതായത് എഴുതി തയ്യാറാക്കുന്നത് ഡ്രാഫ്റ്റും അതിനകത്ത് ഒപ്പിട്ട് കഴിയുമ്പോൾ മാത്രമേ അത് അക്സെപ്റ്റൻസ് ഓഫ് ബില്ലായിട്ട് മാറുന്നുള്ളൂ. ബില്ല് ഡ്രോയറിൽ നിന്നും ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ ഡ്രോയി സ്വീകരിക്കണം. ഡ്രോയർ മീൻസ് എന്താണ്? ബില്ല് തയ്യാറാക്കുന്ന ആളാണ്. അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ബില്ല് വാങ്ങിച്ച് 48 മണിക്കൂറിനുള്ളിൽ ആ ബില്ലിനകത്ത് ഡേറ്റ് സഹിതം നമ്മൾ സ്വീകരിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം അത് ബില്ല് സ്വീകരിക്കാത്തതായിട്ട്, അക്സെപ്റ്റ് ചെയ്യാത്തതായിട്ട് എടുക്കും. ഇനി ടേം ഓഫ് ബില്ല് എന്ന് പറയുന്ന ഒന്നുണ്ട്. ബില്ലിന്റെ എത്ര കാലത്തേക്കാണ്, അതായത് ബില്ലിന്റെ കാലയളവ്, അതാണ് ടേം ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ഒരു ബില്ല് തയ്യാറാക്കുന്നതിനും കാലാവധി പൂർത്തിയാക്കുന്നതിനും ഇടയിലുള്ള സമയത്തിനെ നമ്മൾ ടേം ഓഫ് ബിൽസ് എന്ന് വിളിക്കും. അതുപോലെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയും, ബില്ലിന്റെ കാലാവധി എന്ന് പറയും. ഒരു വിനിമയ ബില്ലിന്റെ തുക കൊടുത്ത് തീർക്കേണ്ട ദിവസത്തെ കാലാവധി ദിനം എന്ന് പറയും. അതായത് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വിനിമയ ബില്ലിന്റെ തുക നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആ ഒരു വിനിമയ ബില്ലിന്റെ തുക ഇത്ര ഡേറ്റിനകം തരണം നമ്മൾ പറയത്തില്ലേ? ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് ഡേറ്റ് നമ്മൾ പറയുന്ന പറയത്തില്ലേ? അതാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. കാലാവധി ദിനം തീരുമാനിക്കുമ്പോൾ അധികം 3 ദിവസം കൂടി ചേർത്താണ് പണം അടയ്ക്കേണ്ട തീയതി കണക്കാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് പറഞ്ഞു ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് കൃത്യമായിട്ട് എഴുതും, ഈ ഡേറ്റിന് എനിക്കിത് തിരിച്ചു തരണമെന്ന് എഴുതും. ആ ഡേറ്റിൽ തിരിച്ചു തരണം എന്ന് എഴുതുന്ന ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ, കാലാവധി ദിനത്തിനെയാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാലാവധി ദിനം തീരുമാനിക്കുമ്പോൾ 3 ദിവസം കൂടി ചേർത്ത്, അതായത് 24-ാം തീയതി കാലാവധി ദിനമാണെങ്കിൽ ആ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആണെങ്കിൽ 24-ന്റെ കൂടെ 3 ദിവസം കൂടെ ചേർത്ത് ഒരു 27-ാം തീയതി ആയിരിക്കും പണം അടയ്ക്കേണ്ട തീയതി കണക്കാക്കുന്നത്. ഈ 3 അധിക ദിവസങ്ങളെ നമ്മൾ ഇളവ് ദിവസങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ കാരുണ്യ ദിനം എന്നൊക്കെ മലയാളത്തിൽ വിളിക്കും. ഓക്കെ, കാലാവധി പൂർത്തിയാകുന്ന തീയതി പൊതു അവധിയാണെങ്കിൽ ബില്ലിന്റെ കാലാവധി ദിനം തൊട്ട് മുമ്പത്തെ പ്രവൃത്തി ദിവസം വരെ ആയിരിക്കും നമ്മൾ കൂട്ടുന്നത്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാലാവധി ദിനത്തിൽ അടിയന്തര അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവധി ദിനത്തിന് ശേഷമുള്ള അടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും കാലാവധി ദിനം എന്ന് പറയുന്നത്. അതായത് അന്നൊരു പബ്ലിക് ഹോളിഡേ, 24-ാം തീയതി ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത പ്രവൃത്തി ദിനമായിരിക്കും എന്തായിട്ട് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആയിട്ട് കൂട്ടുന്നത്. അവിടെ നിന്നും 3 ദിവസം കഴിയുമ്പോൾ എന്താണ് അധികമായിട്ട് നമുക്ക് എന്താണ് പണം അടയ്ക്കേണ്ട തീയതി വരും. 3 ദിവസം എക്സ്ട്രാ ആണ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തത് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയും. എന്താണ് ബില്ലിന്റെ ഡിസ്കൗണ്ടിങ്? വിനിമയ ബില്ല് അഥവാ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈവശമുള്ള വ്യക്തിക്ക് കാലാവധി ദിനത്തിന് മുൻപ് പണത്തിന്റെ ആവശ്യം വന്നാൽ ബില്ല് ബാങ്കിൽ സമർപ്പിച്ചിട്ട് പണം നേടാനായിട്ട് സാധിക്കും. ഇതിനെ ബില്ലിന്റെ ഡിസ്കൗണ്ടിങ് എന്ന് വിളിക്കുന്നു. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈവശം വ്യക്തിക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ആളാണല്ലോ, അത് കൈവശം വെക്കുന്ന അയാളല്ലേ. അപ്പൊ അതിന് മുമ്പായിട്ട് പണത്തിന്റെ ആവശ്യം വന്നാൽ ബില്ല് നമ്മൾ ബാങ്കിൽ സമർപ്പിച്ചിട്ട് പണം നേടാം. ഇതിനെ ബില്ലിന്റെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നു. ഡിസ്കൗണ്ടർ ആയിട്ട് ബാങ്കർ ബില്ലിൽ നിന്ന് ഒരു നിശ്ചിത തുക കുറയ്ക്കും. ഡിസ്കൗണ്ട് ചെയ്ത തീയതി മുതൽ കാലാവധി ദിനം വരെയുള്ള സമയത്തേക്കാണ് ഡിസ്കൗണ്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ബില്ല് അധികാരപ്പെടുത്തി കൈമാറ്റം ചെയ്യുക, അതായത് എൻഡോഴ്സ്മെന്റ് ഓഫ് ബില്ല് എന്ന് വിളിക്കും. പണം സ്വീകരിക്കുന്നയാളോ ബില്ല് കൈവശം വെച്ചിരിക്കുന്നയാളോ തന്റെ അവകാശം മറ്റൊരാൾക്ക് കൈമാറുന്നതായി ബില്ലിന്റെ പിൻഭാഗത്ത് എഴുതിയ ഒരു ഉത്തരവത്തിനെ നമ്മൾ എന്തോ വിളിക്കും? എൻഡോഴ്സ്മെന്റ്. ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നെഗോഷിയേഷൻ ഓഫ് ബില്ലാണ് നമ്മളിപ്പോ പറഞ്ഞത്, മെച്യൂരിറ്റി ഓഫ് ബില്ല് നമ്മൾ പറഞ്ഞു, ടൈം ഓഫ് അക്സെപ്റ്റൻസ്, ബില്ല് അംഗീകരിക്കുന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞോ എന്ന് തോന്നും. ടൈം ഓഫ് അക്സെപ്റ്റൻസ് ആണ് നമ്മൾ ബില്ല് സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മൾ വാങ്ങിക്കുന്ന എപ്പോഴാണോ അപ്പോഴാണ് അക്സെപ്റ്റഡ് ആവുന്നത്. മെച്യൂരിറ്റി ഓഫ് ബില്ലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്, ഏത് ഡേറ്റ് ആണോ ഇട്ടിരിക്കുന്നത് അതാണ് മെച്യൂരിറ്റി ഓഫ് ബില്ല്. അതിൽ നിന്ന് 3 ദിവസം കൂടെ നമുക്ക് പണം അടയ്ക്കാനായിട്ട് സമയം കിട്ടും. നെഗോഷിയേഷൻ ഓഫ് ബില്ല് നമ്മൾ പറഞ്ഞു. അതുപോലെ എൻഡോഴ്സ്മെന്റിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഒരാള് ഇപ്പൊ പണം സ്വീകരിക്കുന്ന ആളോ അല്ലെങ്കിൽ എന്റെ കൈവശം, ഞാൻ പണം കൊടുത്ത ആളാണല്ലോ ബില്ല് കൈവശം വെച്ചിരിക്കുന്നത്, അപ്പൊ അയാളോ തന്റെ അവകാശം
ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുവാന്ന് ബില്ലിന്റെ പിൻഭാഗത്ത് എഴുതി എടുക്കുന്ന ആ ഉത്തരവിനെ നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് വിളിക്കും. ബില്ലിന്റെ പിൻഭാഗത്ത് ഒപ്പ് പതിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എൻഡോഴ്സ്മെന്റ് നൽകുന്ന വ്യക്തിയെ എൻഡോഴ്സർ എന്നും ആരുടെ പേരിലാണോ എൻഡോഴ്സ്മെന്റ് നടത്തിയത് ആ വ്യക്തിയെ എൻഡോഴ്സി എന്ന് പറയുന്നു. അതായത് എൻഡോഴ്സ്മെന്റ് നൽകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പൈസ സ്വീകരിച്ചിട്ടിരിക്കുന്ന ഒരാളാ, ആ പൈസ സ്വീകരിച്ച ആള് ഞാൻ വേറൊരാൾക്ക് ഈ ഒരു ബില്ല് അങ്ങ് കൊടുക്കുക, പണം സ്വീകരിച്ച വ്യക്തി വേറൊരാൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ മറ്റൊരാൾക്ക് ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം ഞാൻ ഒരു 1,00,000 രൂപ മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പൊ ബില്ല് ഞാൻ തയ്യാറാക്കി കൈ വെച്ചിരിക്കുകയാണ്. ഇനി ഈ 1,00,000 രൂപയുടെ ബില്ല് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ വേറൊരാൾക്ക് അധികാരം കൊടുക്കുവാണേ. ആ അധികാരം കൊടുക്കുവാണെങ്കിൽ ആ എൻഡോഴ്സ്മെന്റ് നൽകുന്ന വ്യക്തി അത് ഞാനാണല്ലോ, അയാളാണ് എൻഡോഴ്സർ. ഞാൻ എൻഡോഴ്സർ എന്നും ആർക്കാണോ ഞാൻ എഴുതി കൊടുക്കുന്നത് അയാളെ എൻഡോഴ്സി എന്നും വിളിക്കുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് സിലബസിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ, സമയം വെറുതെ കളയണ്ടല്ലോ. നമ്മുടെ സിലബസിനകത്ത് അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അടുത്ത ഡിസ്ഹോണർ ഓഫ് ബില്ലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബില്ല് നിരാകരിക്കുക. ഇപ്പം ബില്ലിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ പണം നൽകാൻ സ്വീകരിക്കുന്നയാൾ പരാജയപ്പെടുകയാണെങ്കിൽ ബില്ല് ഡിസ്ഹോണർ ആണെന്ന് നമുക്ക് പറയാം. എന്താ കാലാവധി ഇപ്പൊ 24-ാം തീയതി തീർന്നു, അപ്പൊ അയാള് സ്വീകരിക്കുന്ന ആള് പരാജയപ്പെട്ടു, കൊടുക്കാൻ പറ്റിയില്ല പൈസ, അപ്പൊ എന്തായി, ബില്ല് ഡിസ്ഹോണറായി, നിരാകരിച്ചതായി. ഒരു ബില്ലിന് അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടോ പണം അടയ്ക്കാത്തത് കൊണ്ടോ നിരാകരിക്കപ്പെടാം. സ്വീകർത്താവിന് ബില്ല് ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ സ്വീകരിച്ചില്ലെങ്കിൽ ബില്ല് സ്വീകരിക്കാത്തതിന്റെ പേരിൽ നിരാകരിക്കപ്പെട്ടതായി കണക്കാക്കുന്നു. കാലാവധി പൂർത്തിയാകുമ്പം ബില്ലിന്റെ പണം അടച്ചില്ലെങ്കിൽ പണം നൽകാത്തതിന്റെ പേരിൽ അത് നിരാകരിക്കപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വീകരിച്ചയാളുടെ ബാധ്യത പുനഃസ്ഥാപിക്കുന്നു. അതിനാൽ ബില്ല് സ്വീകരിച്ചപ്പോൾ നൽകിയ എൻട്രികൾ വിപരീതമായിട്ട് രേഖപ്പെടുത്തണം. അതായത് എപ്പോഴെങ്കിലും പണം അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറയുന്നതാണ് ഡിസ്ഹോണർ ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോട്ടിംഗ് ചാർജ് എന്ന് പറയും. അതും സിലബസിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിംഗ് ചാർജിനെ പറ്റിയിട്ട്. നമുക്ക് അതും കൂടെ നോക്കാം, അതിനുശേഷം ചെക്കിലേക്ക് പോവാം. ഓക്കെ, നോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാലാവധി ദിനത്തിൽ പണം അടയ്ക്കാത്തതിന്റെ പേരിൽ ഒരു ബില്ല് നിരാകരിക്കപ്പെടും. ഡിസ്ഹോണർ ആയാൽ നിരാകരിക്കപ്പെടുന്നതിന്റെ നിയമസാധുത ഉറപ്പാക്കുന്നതിന് ഉടമ സാധാരണയായി അത് നോട്ട് ചെയ്യാറുണ്ട്. ഒരു നോട്ടറി പബ്ലിക് ഒരു ബില്ലിനെ നിരാകരിച്ചതിന്റെ കാരണം രേഖപ്പെടുത്തുന്ന പ്രവൃത്തി. ഇപ്പം കറക്റ്റ് ആയിട്ട് എനിക്ക് ബില്ല് കൃത്യമായിട്ട് പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ഉടമ, അതായത് കൊടുത്ത ആളില്ലേ, ആ ബില്ല് കയ്യിലിരിക്കുന്ന ആള് അത് സാധാരണയായിട്ട് നോട്ട് ചെയ്യാറുണ്ട്. അതിനെയാണ്, അതായത് കൃത്യമായിട്ട് ഒരു ബില്ല് നിരാകരിച്ചതിന്റെ കാരണം, ആ ഡിസ്ഹോണർ ആയതിന്റെ കാരണം രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ നോട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഗവൺമെന്റ് നിയമിച്ച ഒരു അഭിഭാഷകനായിരിക്കും ഒരു നോട്ടറി പബ്ലിക് നോട്ടിംഗ് നടത്തുന്നത്. നോട്ടറി സേവനങ്ങൾ നൽകുന്ന നോട്ടറി പബ്ലിക് ഈടാക്കുന്ന ഫീസിനെ നോട്ടിംഗ് ചെലവുകൾ എന്ന് വിളിക്കാറുണ്ട്. നോട്ടിംഗ് ചാർജ് തുക ഹോൾഡർ അടയ്ക്കുകയും ഡ്രോയർ സ്വീകർത്താവിൽ നിന്നും വീണ്ടെടുക്കുക. എപ്പോഴാണോ ഇവര് പൈസ തരുന്നത് ആ സമയത്ത് ഈ നോട്ടറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയ പൈസ അവരിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള. റിന്യൂവൽ ഓഫ് ബില്ലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടില്ല. ഇനി അതുപോലെ നമ്മൾ ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ചെക്കുകൾ എന്ന് പറയുന്നത്. എന്താണ് ചെക്ക്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ, പാർട്ടീസ് ആരൊക്കെയാണ്, കൈൻഡ്സ് ഓഫ് ചെക്ക്. ശ്രദ്ധിക്കുക, എന്താണ് ചെക്ക്? ചെക്കിനെ പറ്റിയിട്ട് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. ചെക്ക് ഈസ് എ റിട്ടൺ ഓർഡർ ഫ്രം എ പേഴ്സൺ ടു എ ബാങ്ക് ഇൻസ്ട്രക്ടിങ് ഈസ് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ടു അനദർ പേഴ്സൺ ഫ്രം ദ ഡ്രോയേഴ്സ് അക്കൗണ്ട്. എന്താ ചെക്ക്? ചെക്ക് ഒരു റിട്ടൺ ഓർഡർ ആണ്. ഒരാള് ബാങ്കിലേക്ക് കൊടുക്കുന്നു, ആ ആളിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയർ എന്ന് വിളിക്കുന്നത്. എന്താണ് അതിനകത്ത് പറയുന്നത്? ഇൻസ്ട്രക്ടിങ് ഇറ്റ് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ടു അനദർ പേഴ്സൺ. ഞാൻ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ചെക്ക് എഴുതുന്നത്. ഇപ്പം രവി റൈറ്റ്സ് എ ചെക്ക് ഫോർ 5,000 ടു ഹിസ് ഫ്രണ്ട് മനു. ദ ബാങ്ക് പേ 5,000 ടു മനു ഫ്രം രവീസ് അക്കൗണ്ട്. ഞാൻ മനുവിന് 5,000 രൂപ ബാങ്കിൽ എഴുതി കൊടുക്കുകയാണ്. ചെക്കിനകത്ത് 5,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കും? മനുവിന് കൊടുക്കും. ഇനി പാർട്ടീസ് ടു എ ചെക്ക് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഇതിനകത്തെ പാർട്ടി? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആരാണോ ചെക്ക് എഴുതുന്നത്, ആരാണോ സൈൻ ചെയ്യുന്നത് അയാളാണ് ഡ്രോയർ. ഡ്രോയി ആരാണ്? ആർക്കാണോ ബാങ്കിലേക്ക് പൈസ കൊടുക്കുന്നത്, അതായത് ബാങ്ക് ദാറ്റ് ഈസ് ഓർഡർ ടു പേ ദ എമൗണ്ട്. ബാങ്കിനോട് പറയുന്നു, മനുവിന് കൊടുക്കാൻ പറയുന്നു, അല്ലെ? അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ബാങ്ക് ദാറ്റ് ഈസ് ഓർഡർ ടു പേ ദ എമൗണ്ട്. ഞാനിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോട്ടാണ് പോയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആ ബാങ്കിനോട് പറയുകയാണ് ഇന്ന ആൾക്ക് മനുവിന് പൈസ കൊടുക്കാൻ. അപ്പൊ ബാങ്ക് ആണ് ഇവിടുത്തെ ഡ്രോയി. പേയ് ആരാണോ കൈപ്പറ്റുന്നത് അയാളാണ് പേയ്. അപ്പൊ ഡ്രോയർ എഴുതി സൈൻ ചെയ്യുന്ന ആള്
ഡ്രോയി ആരാണ്? ഏത് ബാങ്കുകാരാണോ പൈസ കൊടുക്കേണ്ടത് അയാൾ ഡ്രോയി, പേയി ആരാ? വാങ്ങിക്കുന്ന ആളാണ്. ഇനി കൈൻഡ്സ് ഓഫ് ചെക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കുറെ കൈൻഡ്സ് ഓഫ് ചെക്ക് ഉണ്ട്. ബെയറർ ചെക്ക് ഉണ്ട്, ഓർഡർ ചെക്ക് ഉണ്ട്, ക്ലോസ്ഡ് ചെക്ക് ഉണ്ട്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഉണ്ട്, സ്റ്റെയിൽ ചെക്ക് ഉണ്ട്. ഇതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും, അതായത് നമ്മളിപ്പോ പറയാണ് എനിവൺ ഹു ഹോൾഡ് ഇറ്റ്, ആരെങ്കിലും ഒരു ചെക്കുമായിട്ട് പോയി ഞാൻ സൈൻ ചെയ്തിട്ട് എന്റെ ചെക്ക് കൊടുത്തു, അത് ആര് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും പൈസ കിട്ടും. ഓർഡർ ചെക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരാൾക്ക് കൊടുക്കണം എന്ന് എഴുതിയിട്ട് ഞാൻ കൊടുക്കുകയാണ്, അല്ലെ? ഒരു പേഴ്സന്റെ നെയിം എഴുതിയിട്ടുണ്ട്, അയാൾക്ക് പൈസ കൊടുക്കുക, അതാണ് ഓർഡർ ചെക്ക്. ക്ലോസ്ഡ് ചെക്ക് എന്ന് പറയുമ്പോൾ കനോട്ട് ബി എൻകാഷ്ഡ് അറ്റ് ദ കൗണ്ടർ, മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. കൃത്യമായിട്ട് കൗണ്ടറിൽ നിന്ന് നമുക്ക് കാശ് കിട്ടില്ല, അത് ഡെപ്പോസിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്, ബാങ്കിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 2 ലൈന്, അതായത് ചെക്ക് ഇതാണെങ്കിൽ ചെക്കിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു 2 ലൈൻ കാണും ക്രോസ്ഡ് ചെക്കിനകത്ത്. അത് പല ടൈപ്പ് ചെക്ക് ഉണ്ട്, ജനറൽ ചെക്ക്, സ്പെസിഫൈഡ് ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ 2 ലൈൻസ് ആയിട്ടായിരിക്കും ക്രോസ്ഡ് ചെക്ക് കാണപ്പെടുന്നത്. പിന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡേറ്റഡ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഈ ചെക്ക് എഴുതി കൊടുക്കുന്നു, 10 ദിവസത്തിന് ശേഷം ഈ ജോലിയെല്ലാം തീർത്തിട്ട് 10 ദിവസത്തിന് ശേഷം ഇവർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഓൾഡർ ദാൻ 3 months, അതായത് 3 മാസം കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, 3 മാസമായി, നോട്ട് വാലിഡ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റെയിൽ ചെക്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്രോസിംഗ് ഓഫ് ചെക്കിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ? ക്രോസ്ഡ് ചെക്ക് അഥവാ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കുന്നതാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ഉണ്ട്. ജനറൽ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ 2 ലൈൻസ് മാത്രമേ കാണത്തുള്ളൂ. ജനറൽ ആയിട്ടാണ്, അവിടെ ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അവിടെ വിത്തൗട്ട് റൈറ്റിംഗ് ആണ്, അവിടെ എഴുതില്ല. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഈ പാരലൽ ലൈൻസിന്റെ ഇടയ്ക്ക് ഏത് ബാങ്ക് ആണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും, ഏത് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 16 മാർക്കിൻ്റെത്. എനിക്കറിയാം മൊത്തത്തിലായിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ബോധ്യം കിട്ടാനായിട്ടും ഈസിലി മാർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാൻ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് മാക്സിമം നമുക്കൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.